ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ പേരാണ് എഗ് മലായി കറി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൊറിയാൻഡർ ലീവ്സ്, സവോള, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ മിൻറ്റ് ലീവ്സും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സറിൽ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് ജീരകം ഇട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് എടുത്തിനകത്തോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അതൊരു 5 to 10 മിനിറ്റ്സ് നമ്മൾ ലോ ഹീറ്റിൽ വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വിടണം. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട ബോയിൽ ചെയ്ത് അതിലിങ്ങനെ സ്ലിറ്റ് ആക്കി എടുക്കാം. മസാലകൾ അകത്തോട്ട് നല്ലോണം പോകണമല്ലോ. കറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് ടേസ്റ്റ് അനുസരിച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും പിന്നെ ഗരം മസാല ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചെറിയ ബൗളിൽ കുറച്ച് തൈര് എടുത്ത് അതിനകത്തൊഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് പിന്നെ കുക്ക് ചെയ്യാൻ വിടണം. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് കറിക്ക് എത്രയും തിക്നെസ് വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബോയിൽ ചെയ്ത് വെച്ച മുട്ടകൾ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് പിന്നെയും ലോ ഹീറ്റിൽ കുക്ക് ചെയ്യാൻ വിടണം. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഗൈസ് ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷിന് കുറച്ച് ഫ്രഷ് ക്രീമും ഒഴിക്കാം. എനിക്കത് ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.